ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരുമിച്ച് വിളിച്ചത്, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സജീവമായി ഇടപെടേണ്ടതുമായിട്ടുള്ള തെരുവുനായ് പ്രശ്നം, അത് ഞങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളൊക്കെ തന്നെ ആദ്യമായി ചോദിച്ച കാര്യങ്ങളിലൊന്ന് തെരുവുനായ് പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ജനുവരി 30 മുൻപ് ആദ്യഘട്ട നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 26 ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും സെക്രട്ടറിയും ഇവിടുത്തെ സീനിയർ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അതായത് അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അനിമൽ വെൽഫെയർ ബോർഡ്, അതോടൊപ്പം തന്നെ തെരുവുനായ്ക്കളെയൊക്കെ തന്നെ വർഷങ്ങളായി സംരക്ഷിക്കാൻ താല്പര്യമുള്ള സംഘടനകൾ, ഇവരുടെയൊക്കെ തന്നെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ വച്ച് നടത്തിയ സുദീർഘമായ ചർച്ച, 2 മണിക്കൂർ നീണ്ടുന്ന യോഗത്തിൽ വെച്ച് നടത്തിയ സുദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ABC കഴിഞ്ഞ നായ്ക്കളെ കൃത്യമായിട്ട് പരിപാലിക്കുവാൻ സാധിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഐഡൻറ്റിഫൈയും ചെയ്തിരുന്നു. ആ ഐഡൻറ്റിഫൈ ചെയ്ത ഷെൽട്ടറുകൾക്ക് അന്ന് നടന്ന മീറ്റിങ്ങിൽ ചില അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയൊക്കെ തന്നെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ചില കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, ബോർഡിൻ്റെ ചുമതലയുള്ളവർ, ഡോക്ടർ ഉൾപ്പെടെ ഈ ഷെൽട്ടറുകൾ പോയി സന്ദർശിക്കുകയും അവർ വിലയിരുത്തി തൃപ്തികരമായ മറുപടി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗം നടപടികൾ ആരംഭിച്ചു. അപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാനുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ 20-ാം തീയതി മുതൽ കോടതി പറഞ്ഞതനുസരിച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ പിടിക്കുകയും അതിനെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ ABC ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസമായപ്പോൾ, ഇന്നലെ ആയപ്പോഴേക്കും 50 നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ആയപ്പോഴേക്കും മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ 50 നായ്ക്കളെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തത്, ഇപ്പോൾ അതിൽ നായ്ക്കളെ പിടിച്ചിരിക്കുന്നത് പേരുകട മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ച 9 നായ്ക്കളുണ്ട്, ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും 5, മെഡിക്കൽ കോളേജിൽ നിന്ന് 3, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് 2 എണ്ണം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3, കരിക്കകം ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തുള്ള ഹൈവേയിൽ നിന്നും 1, വട്ടിയൂർക്കാവ് പോളിടെക്നിക്കൽ ഭാഗത്തുനിന്ന് 4 എണ്ണം, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 5, ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 4, കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് 3 എണ്ണം. അങ്ങനെ പിടിച്ച 50 എണ്ണത്തിനെയാണ് ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുന്നത്. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിടിച്ചതിന് ശേഷം ആദ്യം ചെയ്തത്, നമ്മുടെ വണ്ടിത്തടത്തുള്ള ABC സെൻറ്ററിൽ കൊണ്ടുവന്ന് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി, മതിയായ ദിവസം വിശ്രമം കൊടുത്തു. അതിനുശേഷം ടിക് ഫീവറിൻ്റെ മരുന്ന്, അതായത് ഈ തെരുവിൽ നിന്ന് പിടിക്കുമ്പോൾ മിക്കതിനും ചെള്ളിൻ്റെ അസുഖം ഉണ്ടാകും. അപ്പോൾ അതിനെ ഷെൽട്ടറിൽ കൊണ്ടുവന്നാൽ അവിടെയുള്ള ബാക്കി ഉള്ള നായ്ക്കൾക്കും പിടിച്ചിട്ട് ഇത് മരണപ്പെടുമെന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ ഷെൽട്ടറിലേക്ക് മാറ്റുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ടിക് ഫീവറിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആൻറ്റി റാബിസ് മെഡിസിൻ കൊടുത്തു. പിന്നീട് ഈ തെരുവിൽ നിന്നും കിട്ടുന്നതായതുകൊണ്ട് അവിടെ ഷെൽട്ടറിലെ ഭക്ഷണം കെനിയൻ ക്രീക്കാണ്, ഏറ്റവും നല്ല പെറ്റ് ഫുഡിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി പുലർത്തുന്ന ഒന്നാണ്. ഈ കെനിയൻ ക്രീക്ക് കൊടുത്ത് ശീലിപ്പിച്ചു. അതിനുശേഷമാണ് വേറെ വാക്സിനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷെൽട്ടർ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ത്രോംബോഫിറ്റ് വാക്സിൻ ഉണ്ട്, അതിന് കൊടുക്കാണ്ടായിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഇത് 20 ദിവസം ഈ ത്രോംബോഫിറ്റ് തുടർച്ചയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കൂടാൻ വേണ്ടിയിട്ട്, അയണിൻ്റെ അംശമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡോഗ്സിനെയും ഡീവർം ചെയ്തിട്ടുണ്ട്. വിരയുടെ അസുഖം പലതിനും ഉള്ളത്, കുഞ്ഞുങ്ങൾക്കൊക്കെ വീർത്തൊക്കെ ഇരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഡീവർം ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തതിന് ശേഷമാണ് ഇതിനെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണ്.
ഇതിൻ്റെ തുടർ നടപടികൾ വരാൻ പോകുന്ന ദിവസങ്ങളുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ചില കാര്യങ്ങൾ ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ തന്നെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണിക്കും. നമ്മുടെ കോർപ്പറേഷൻ്റെ വാഹനം ABC സെൻറ്ററിൽ നിന്ന് ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ 50 നായ്ക്കൾക്കും ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. നമ്മുടെ തിരുവല്ലം സെൻറ്ററാണ്. ഇതാണ് ഷെൽട്ടർ ആ സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ കെനിയൻ ക്രിക്ക ഈ ഫുഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെറ്റ് ഫുഡ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഇനത്തിലൊന്നാണ്. ത്രോംബോഫിറ്റ്, ഇതാണ് അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ. ഇതെല്ലാം മെഡിസിൻ്റെ സ്റ്റോക്കാണ്. അതല്ലേ കാണുന്നത് നമ്മുടെ 50 എണ്ണമല്ലേ നമ്മളിപ്പോൾ കൊണ്ടിട്ടിരിക്കുന്ന 50 എണ്ണം. ഈ ഇപ്പോഴത്തെ 50 എണ്ണം കിടക്കുന്ന ഏരിയനെ കാണിക്കുന്നത് ബെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തെരുവിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഇത് ടിക് ഫീവർ ഉള്ളതാണ്. ഇപ്പം കണ്ടത് ചെള്ളു പനിയുള്ളതാണ്. അതിൻ്റെ മെഡിസിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 20 ദിവസം ട്രീറ്റ്മെൻ്റ് ആവും, അത് മാറും. പ്രത്യേകം പ്ലേറ്റും ഫുഡ് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നതാണേ. അസുഖം ടിക് ഫീവർ ഉള്ളതിന് മറ്റൊരു ഇട്ട് കഴിഞ്ഞാൽ അതിനും കൂടെ വരും. ഇതിന് ഐസൊലേറ്റ് ചെയ്താണ് കിടത്തിയിരിക്കുന്നത്. ആളിവിടെ ഉണ്ട്, സംഗീത ഇവിടെ ഉണ്ട്, ഷെൽട്ടറിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. ഫോർ ദ ലാസ്റ്റ് 10 years ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഗീതയാണ്. അവരോടുള്ള നായ്ക്കളുടെ അഫെക്ഷൻ ഒന്ന് കാണണം. ഇത് സ്റ്റാഫാണ്. ഇത് DVM ചെയ്യുന്നതാണ്. ഇത് മെഡിസിൻ, ഇത് മൾട്ടി വിറ്റമിൻ കൊടുക്കുകയാണ്. എല്ലാ ദിവസവും കൊടുക്കുക. മൾട്ടി വിറ്റമിൻ കൊടുക്കുകയാണ്. ഇതാണ് സംഗീത. യെസ്, ഇത് നേരത്തെ അവിടെ ഉള്ള 137 ആണ്. അതിനകത്ത് അവർ കയറുമ്പോൾ അവരോടുള്ള അഫെക്ഷൻ കാണുക. 8 വർഷമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ 50 എണ്ണത്തിനാക്കിയിരിക്കുന്നത്. ഷീസ് ഹിയർ. അതായത് എപ്പോഴും കൂട്ടിനകത്ത് ചെറിയ കൂട്ടിൽ അടച്ചിടുകയല്ല. ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം അതിനകത്താക്കും. അതിനുശേഷം അതിനാവശ്യമുള്ള പ്ലേ ആക്കിയുള്ള പുറത്തു വിട്ടേ.
സെക്കൻഡ് സെക്ഷൻ ഏതായത് പഴയതാണ് നമ്മുടേതാണ് നമ്മുടേതാണ് നേരത്തെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇതെല്ലാം നോക്ക്, ഇതൊക്കെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. രണ്ടാമത്തെ സെക്ഷനിൽ എന്ത് ഹെൽത്തി ആണെന്ന് നോക്കണം. അവിടെ ജീവിക്കുന്ന നായ്ക്കൾ ഇതെല്ലാം റെസ്ക്യൂ ചെയ്താണ്. വളരെ അസുഖമുള്ളതും വാഹനം ഇടിച്ച് കിടന്നതിനെയൊക്കെ സംഗീത നോട്ടി പെറ്റ്സിൻ്റെ ആൾക്കാർ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ആ, ഇതിൽ ആംബ്യൂട്ട് ചെയ്തത് കൈയൊക്കെ വാഹനം ഇടിച്ച് ഒടിഞ്ഞതൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഒരു പരിക്ക് ക്യൂർ ചെയ്ത് കൊണ്ടിട്ടിരിക്കുക. ഇതാണ് ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. തറയിലല്ല ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് തറയിലല്ല കൊടുക്കുന്നത്. അതിന് വെസൽസ് ഉണ്ട്. അതിലാണ് കൊടുക്കുന്നത്. ഇത് ഇന്നോ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷമല്ല, 8 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ അപകടം പറ്റിയൊക്കെ കൊണ്ടുവന്നതിനെ ആ സമയത്ത് ചികിത്സിച്ചുകൊണ്ടിരുമ്പോഴാണ് ഇത്രയും സ്നേഹം ഉണ്ടാവുന്നത്. പറയാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഓരോന്ന് ചോദിക്കും. ആദ്യം ഈ ഷെൽട്ടറിൽ അവർ ആദ്യം റെസ്ക്യൂ കൊണ്ടുപോയ നായ ഇതാണ്. അതായത് മീൻസ് എന്തോ അപകടം പറ്റി കിടന്നതിനെ റോഡിൽ നിന്ന് അവർ കൊണ്ടുപോയി വളർത്തിയതാണ്. ഫാനുണ്ട്. ഇത് നമ്മുടെയാണ്. ആ മെലിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ കൊടുത്ത് ഇപ്പോൾ കോർപ്പറേഷനിൽ നമ്മൾ കൊടുത്താണ്. തിരുവിൽ നിന്ന് കിട്ടി കൊണ്ടുപോയതാണ്. ഇത് 3 ദിവസം ആയുള്ളൂ. എന്നിട്ടും പോലും അവരോട് അത്രത്തോളം സ്നേഹം ആയി തുടങ്ങി. അതിന് they are very happy there. ആകാംക്ഷ ഇത് എവിടെയാണ്, ആരാണെന്നുള്ളത് പറഞ്ഞില്ല. പറയാം. അതായത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ 27/11/2025 ഇറക്കിയ ഒരു സർക്കുലറുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, അതോറിറ്റീസ് ഷാൽ റിമൂവ് ഓൾ ദ സ്ട്രേ ഡോഗ്സ് ഫൗണ്ട് വിതിൻ ദ പ്രിമിസസ് ഓഫ് എനി സച്ച് ഏരിയ ആൻഡ് ഷിഫ്റ്റ് ദം ടു ഡെസിഗ്നേറ്റഡ് അനിമൽ ഷെൽട്ടേഴ്സ്. All the dogs must be taken out from the areas to be sterilized, vaccinated, and then kept in a shelter either maintained by the municipal corporations or in coordination with the local animal welfare organizations. അപ്പോൾ കോർപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷെൽട്ടറിലോ ഇത്തരത്തിലുള്ള സംഘടനകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷെൽട്ടറിലോ പാർപ്പിക്കണമെന്നുള്ള അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉത്തരവനുസരിച്ച് മീറ്റിംഗ് നടത്തി തൃപ്തികരമെന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷെൽട്ടർ സ്ഥിതി ചെയ്യുന്ന പൂവാറിലാണ്. സംഗീത ലീസിനെടുത്ത സ്ഥലത്ത് കഴിഞ്ഞ 8-10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഷെൽട്ടറാണ് പൂവാറിൽ. അവിടെയാണ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. ഈ മാധ്യമ സമ്മേളനം കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് അവിടെ പോകാം, അതിനകത്തുള്ള വിഷ്വൽസ് എടുക്കാം, നായ്ക്കളെ കാണാം. അവിടെ ഒരു 10 മണി മുതൽ 5 മണി വരെയൊക്കെ വർക്കിംഗ് ടൈമിൽ എപ്പോഴും പോയി കഴിഞ്ഞാൽ, ഏത് ദിവസം പോയി കഴിഞ്ഞാലും നായ്ക്കളെ കാണാം, നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, അവിടെയുള്ള നായ പരിപാലിക്കുന്നവരായിട്ട് സംസാരിക്കാം. സംഗീത ഇസ് ഹിയർ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും സംഗീതയോട് ചോദിക്കാം.